My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ സൾഫർ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ സൾഫറിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില സിംറ്റംസ് നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. The tissues seem to take on weakness so that very little pressure causes soreness, sometimes inflammation and suppression. ശരീരത്തിലെ കലകൾ വളരെ വേഗം ക്ഷീണിക്കുന്നു, തളരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി, സോർനെസ് ഉണ്ടാകുന്നു, ചില നേരത്ത് ഇൻഫ്ലമേഷൻ പോലും ഉണ്ടാകുന്നു. അത്രയ്ക്ക് ഇൻഫ്ലമേഷൻ, സൂപ്പറേഷൻ ഉണ്ടാകുന്നു. അത്രയ്ക്ക് ക്ഷീണിതമായി തീരുന്നു കലകൾ, ടിഷ്യൂസ് അത്രയ്ക്ക് ക്ഷീണിതമായി തീരുന്നൊരവസ്ഥ സൾഫർ പേഷ്യൻ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? ബെഡ് സോർസ് കം ഓൺ ഈസിലി ഇൻ എ സൾഫർ പേഷ്യൻറ്റ്. അപ്പോൾ കിടപ്പ് രോഗികളായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വരുന്നതിനേക്കാൾ വേഗത്തിൽ ബെഡ് സോർ വരും. അപ്പോൾ ബെഡ് സോറിൻ്റെ കണ്ടീഷനിൽ സൾഫറിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഇവിടെ കെൻ്റ് പറയുന്നത്. ആസ് ദർ ഇസ് ഫീബിൾ സർക്കുലേഷൻ. അതിൻ്റെ കാരണം സൾഫർ പേഷ്യൻസിൽ സർക്കുലേഷൻ വളരെ ഫീബിളാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പലരോടും സംസാരിച്ചു. ഒരു അലോപ്പതിയിൽ വളരെ ഉയർന്ന ബിരുദമുള്ള വളരെ പരിചയസമ്പന്നമായ ഒരു സുഹൃത്ത് വിദേശങ്ങളിലൊക്കെ പഠിച്ചതാണ്. അദ്ദേഹത്തോട് ഞാൻ സൾഫറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സൾഫറിൻ്റെ ഹീറ്റും ബേണിംഗ് സെൻസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബേണിംഗ് സെൻസേഷനും ഈ ഫീബിൾ സർക്കുലേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഊഹമാണ്. ഹോമിയോപ്പതിയെക്കുറിച്ച് അറിയില്ല. സർക്കുലേഷൻ ഫീബിൾ ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ശരിക്കും നടക്കില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജി, എക്സസ് എനർജി, അത് വേണ്ട രീതിയിൽ ബ്ലഡ് സർക്കുലേഷനിലൂടെ പോയി അത് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പോകും. പക്ഷെ ഫീബിൾ സർക്കുലേഷൻ ആണെങ്കിൽ ഈ ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കാതെ വല്ലാതൊരു ബേണിംഗ് സെൻസേഷൻ, ഹോട്ട് സെൻസേഷൻ ഉണ്ടാകും. ഈ സൾഫറിൻ്റെ ഈ 2 സിംറ്റംസും തമ്മിൽ അങ്ങനെ ഒരു ഫിസിയോളജിക്കലി യോജിപ്പുള്ളതായിട്ട് അന്നൊരു സുഹൃത്ത് പറയുകയുണ്ടായി. അതിൻ്റെ എത്രമാത്രം അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സൾഫറിൻ്റെ സർക്കുലേഷൻ വളരെ ഫീബിളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ടിഷ്യൂസ് വളരെ വീക്കാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഡ്യൂറേഷൻ ഫ്രം പ്രഷർ ഈസ് ഓൾസോ എ സ്ട്രോങ് ഫീച്ചർ. അപ്പോൾ പ്രഷർ കൊണ്ട് ഇൻഡ്യൂറേഷൻസ് ഉണ്ടാകുന്നു. സൾഫർ ഹാസ് കോൺസ് ഫ്രം പ്രഷർ, കലോസിറ്റീസ് ഫ്രം പ്രഷർ. നമ്മൾ തഴമ്പെന്ന് പറയുന്ന അവസ്ഥ, അത് സാധാരണ തഴമ്പുണ്ടാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തഴമ്പുണ്ടാകുന്നൊരവസ്ഥ, അസ്വാഭാവികമായി തഴമ്പ് ഉണ്ടാകുന്നൊരവസ്ഥ. ദീസ് അഫക്ഷൻസ് കം ഈസിലി. ഉണ്ടോ, വളരെ പെട്ടെന്ന് വരുന്നു. സാധാരണ തഴമ്പ് വരുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തഴമ്പ് വരുന്നു. ഇഫ് എ ഷൂ പ്രസസ് എനിവെയർ ഓൺ ദ സ്കിൻ എ ഗ്രീൻ കോർണർ ബ്യൂണിയൻ ഡെവലപ്പ്. അപ്പോൾ ഷൂസ് ധരിക്കുന്നവരിൽ ഈ തള്ളവിരലിലെ ഈ തഴമ്പ് കൂടാതെ, സ്വഭാവ തഴമ്പ് കൂടാതെ ഈ തള്ളവിരലിൻ്റെ സൈഡിൽ എല്ലിൻ്റെ മുഴ, ഈ ബ്യൂണിയൻ ഉണ്ടാകുന്നു. where the teeth come in contact with the tongue and other part of the buccal cavity, nodules form, and these little nodules in course of time commence to ulcerate. അപ്പോൾ ഷൂസ് ഇടുമ്പോൾ കാലിലുണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിലൊരു അവയവമായ പല്ല് നാവുമായിട്ടും കവിളിൻ്റെ ഉൾഭിതിയുമായിട്ടൊക്കെ ചേർന്ന ഭാഗങ്ങളിൽ നൊഡ്യൂൾസ് ഉണ്ടാകാം. ഈ നൊഡ്യൂൾസ് അൾസറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ തഴമ്പും ഈ ബ്യൂണിയും ഇതുമൊക്കെ കോൺസുമൊക്കെ അൾസറേറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. തഴമ്പ് പഴുക്കുക. ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ് വിത്ത് ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ്. അപ്പോൾ സൾഫറിൻ്റെ തന്നെ സിംറ്റംസാണ് ബേണിങ്ങും സ്റ്റിങ്ങിങ്ങും. ദേ മേ ഗോ ഇൻ ടു ക്യാൻസറസ് അഫക്ഷൻസ്. അപ്പോൾ ഈ ഒരവസ്ഥ ക്യാൻസറസ് ആയിട്ടും മാറാം, ക്യാൻസറസ് അഫക്ഷൻസ് ആയിട്ട് മാറാം. കോസ് ആൻഡ് ക്യൂർ ഓഫ് ക്യാൻസർ എന്നൊരു പുസ്തകം ഞാൻ പണ്ട് വായിക്കുകയുണ്ടായി. അതിൻ്റെ ഓഥറുടെ പേര് ഓർക്കുന്നില്ല, ഒരു അമേരിക്കൻ ഓഥറാണെന്ന് എൻ്റെ ഓർമ്മ. ഹോമിയോപാത്താണ്. ക്യാൻസറിന് ഹോമിയോപ്പതിയിൽ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള
അത് പെർഫെക്റ്റ്ലി ഹോമിയോപ്പതി എന്ന് പറയാൻ പറ്റില്ല, കുറേ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ അതിൽ പറയുന്നുണ്ട്, പോളിറ്റീസിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്യാൻസർ വരാനുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ നല്ല ഉൾക്കാഴ്ചകൾ തരുന്നൊരു പുസ്തകമാണ് കോസസ് ആൻഡ് ക്യൂർ ഓഫ് ക്യാൻസർ. അപ്പം അതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കോൺസ്റ്റൻറ്റ് പ്രഷർ വരുന്നതുകൊണ്ട് കല്ലിപ്പുണ്ടാകുന്നു, കല്ലിപ്പ് ക്യാൻസറസ് നേച്ചറിലേക്ക് മാറുന്നു, ബിനൈൻ ട്യൂമേഴ്സ് മാലിഗ്നൻ്റ് ട്യൂമേഴ്സായിട്ട് മാറുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വളരെ ചൂട് ചായ, സ്ഥിരമായിട്ട് ചൂട് ചായ കുടിക്കുന്നവർക്ക് ഈ വായിലും ഇതിലൊക്കെ അന്നനാളത്തിലൊക്കെ ക്യാൻസർ ഉണ്ടാകും, സ്ഥിരമായിട്ട് ചൂട് ഏറ്റുകഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ചില നിരീക്ഷണങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സൾഫറുമായിട്ട് അത് കൂട്ടി വായിക്കാവുന്നതാണ്. They may be postponed for a long time and afterwards take on a state of malignancy. അപ്പോൾ ഈ ഒരു അവസ്ഥ ദീർഘകാലം ഇങ്ങനെ നിലനിന്നിട്ട് കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് മാലിഗ്നൻസിയിലേക്ക് പോകാം. ഇനി ക്യാൻസറിനെ കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകളൊക്കെ എന്നോട് പറയുന്നുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. ക്യാൻസർ ഈസ് ആൻ ഔട്ട്ഗ്രോത്ത് ഓഫ് എ സ്റ്റേറ്റ് ഇൻ ദ ബോഡി ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് മേ കം ഓൺ ഫ്രം എ സക്സഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരവസ്ഥയുടെ ഒരു സിക്കായിട്ടുള്ള അവസ്ഥയുടെ ഔട്ട്ഗ്രോത്താണ്, പുറമേക്കുള്ളൊരു വളർച്ചയാണ്, പുറമേക്കുള്ളൊരു മാനിഫെസ്റ്റേഷൻ. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് മേ കം ഓൺ ഫ്രം എ സക്സഷൻ ഓഫ് സ്റ്റേറ്റ്. അത് ഘട്ടം ഘട്ടമായിട്ട് പലവിധ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു വന്നിട്ട് അത് അവസാനം മാലിഗ്നൻസിയിലേക്ക് എത്താം. ഇറ്റ് ഈസ് നോട്ട് വൺ കണ്ടിന്യൂസ് കണ്ടീഷൻ ബട്ട് ദ മാലിഗ്നന്റ് സ്റ്റേറ്റ് മേ ഫോളോ ദ ബിനൈൻ. അപ്പോൾ അതൊരു ഒറ്റൊരു തുടർച്ചയായിട്ടുള്ള അവസ്ഥയല്ല, തുടർച്ചയായിട്ടുള്ളൊരു സക്സഷൻ സംഭവിക്കുന്ന കാര്യങ്ങളല്ല അത്. അപ്പോൾ ബിനൈനായിട്ടുള്ള ഒരു അവസ്ഥ, സ്റ്റേറ്റ് മേ ഫോളോ ദ ബിനൈനായിട്ടുള്ള അവസ്ഥയെ ഫോളോ ചെയ്തുകൊണ്ട് മാലിഗ്നൻസി വരാം. സൾഫർ റിമൂവ്സ് ദി സ്റ്റേറ്റ്സ് വെൻ ദ സിംറ്റംസ് എഗ്രി. ലക്ഷണങ്ങൾ, ജനറൽ കണ്ടീഷൻസ് യോജിക്കുമ്പോൾ സൾഫർ വന്ന് ക്യൂർ ചെയ്യും. ഞാനിത് തുടക്കത്തിൽ എൻ്റെ സ്വന്തം അനുഭവം പറയുന്നത് ഗൈനക്കോമാസ്റ്റിയുടെ അവസ്ഥ പറഞ്ഞു. ശരിക്കും ഗൈനക്കോമാസ്റ്റിയ പെൺകുട്ടികളിൽ പ്യൂബർട്ടി ഉണ്ടാകുന്ന ഒരു കാലത്ത്, ഒരു 12-13 വയസ്സിൽ ആൺകുട്ടികളിൽ വരുന്നൊരു സംഭവമാണ്. ഞാനൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരിലൊക്കെ നല്ലൊരു പങ്ക് കുട്ടികളിലും ഈ ഗൈനക്കോമാസ്റ്റിയ ഉണ്ട്. അത് ബിനൈനാണ്. കുറേ കഴിയുമ്പോൾ അന്നൊക്കെ കുട്ടികളുടെ രീതിയിൽ ചിലൊരു കോയിൻ കൊണ്ട് 10 പൈസയുടെ കോയിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമായിരുന്നു. ഒരു ശരിയോ തെറ്റോ അത് പോവുകയും ചെയ്യും. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന അവസരം പോകും. എനിക്കത് പോയില്ല. അത് പോകാതെ നിന്നിട്ടാണ് ഒരു 16-17 വയസ്സൊക്കെ ആയപ്പോഴേക്കും അത് മാലിഗ്നൻസിയിലേക്ക് മാറിയത്. സൾഫർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് ഡോസ് ഓഫ് സൾഫറാണ് ആ മാലിഗ്നൻസി എന്നെ രക്ഷിച്ചത്. അത് കൃത്യമായിട്ട് സൾഫറിലത് വരുന്നുണ്ട്. അപ്പോൾ ബിനൈനായിട്ടുള്ള അവസ്ഥ അങ്ങനെ തോന്നുന്നുണ്ട് ഒരു മാലിഗ്നൻസി വരുന്നു. അത് സൾഫർ അതിനെ റിമൂവ് ചെയ്യും. സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ. വി നോട്ടീസ് എ മാർക്ഡ് എവിഡൻസ് ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് ദ വെയിൻസ് അണ്ടർ സൾഫർ. അപ്പോൾ വെയിൻസിൻ്റെ കാര്യത്തിൽ, അശുദ്ധരക്തം ഒഴുകുന്ന സിരകളുടെ കാര്യത്തിൽ വളരെയധികം ഡിസ്റ്റർബൻസ് സൾഫറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വെനസ് റെമഡി, ഹാസ് മച്ച് വെയിൻ ട്രബിൾ. എന്നൊരു വെനസ് റെമഡി എന്ന് പോലും വിളിക്കാം. ദ വെയിൻസ് സീംസ് ടു ബി റിലാക്സ് ആൻഡ് ദർ ഈസ് സ്ലഗിഷ് സർക്കുലേഷൻ. നേരത്തെ പറഞ്ഞില്ലേ, സർക്കുലേഷൻസ് സ്ലഗിഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ വെയിൻസ് റിലാക്സ് ചെയ്യുന്നു, അപ്പോൾ സർക്കുലേഷൻ സ്ലഗിഷ് ആകുന്നു. ദർ ഈസ് എ ഫ്ലഷ്ഡ് അപ്പിയറൻസ് ഓഫ് ദ ഫേസ് ഹിയർ ആൻഡ് ദർ ഫ്രം സ്ലൈറ്റ് ഇറിറ്റേഷൻ ഫ്രം ദ വെദർ, ഫ്രം ഇറിറ്റേഷൻ ഓഫ് ദ ക്ലോത്തിങ്. അപ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായാൽ മതി. അത് വെതർ ചേഞ്ച്, അന്തരീക്ഷ സ്ഥിതിയിലുള്ള ടെമ്പറേച്ചറിലോ ഹ്യൂമിഡിറ്റിയിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്, ഈ ക്ലോത്തിങ്ങിൻ്റെ ചെറിയൊരു ഇറിറ്റേഷൻ കൊണ്ട് ഒക്കെ ഫ്ലഷ്ഡ് ആവാം. ഫേസ് പെട്ടെന്ന് ഫ്ലഷ് ചെയ്യുന്നു, ചുവന്ന് കൊടുക്കുന്നു. ട്യൂംഫാക്ഷൻ ഓഫ് ദ ഫേസ്. അപ്പോൾ മുഖത്ത് അതുമാത്രമല്ല, ട്യൂംഫാക്ഷൻ, ഇങ്ങനെ നീറുകെട്ടി വീർത്തൊരവസ്ഥ ഉണ്ടാകാം. സൾഫർ ഹാസ് വെരിക്കോസ് വെയിൻസ്. മോസ്റ്റ് മാർക്ഡ് ഓഫ് ദീസ് ആർ hemorrhoidal veins which are enlarged and burn and sting. അപ്പോൾ ഈ റിലാക്സ്ഡ് വെയിൻസ് ഉണ്ട്. അത് ഹെമറോയിഡൽ നേച്ചർ വരാം, ഹെമറോയിഡൽ വെയിൻസ് ആകാം. അത് എൻലാർജ് ചെയ്യാം,
ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാം, സ്റ്റിങ്ങിങ് പെയിൻസ് ഉണ്ടാകാം. വാരിയസസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസിൽ ഇത് ഉണ്ടാകാം. ദ വെയിൻസ് ഈവൻ അൾസറേറ്റ്, റപ്ചർ ആൻഡ് ബ്ലീഡ് ഉണ്ടോ. അപ്പോൾ വീനസ് റെമഡിയാണിത്. വെയിൻസ് റിലാക്സ്ഡ് ആകുന്നു, സ്റ്റിങ്ങിങ് പെയിൻസ്, ഹെമറോയിഡ്സ് ഉണ്ടാകുന്നു. ഹെമറോയിഡ്സിൽ അത് റപ്ചർ പോലെ സംഭവിക്കാം, റപ്ചർ സംഭവിക്കാം, ബേണിംഗ് പെയിൻസ് ഉണ്ടാകാം, അൾസറേഷൻ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഇടയിൽ നോക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ വെരിക്കോസ് വെയിനായിട്ട് ബുദ്ധിമുട്ടുന്നത് കാണാം. വെൻ ഗോയിങ് ഔട്ട് ഓഫ് എ കോൾഡ് ഇൻ എ വാം ടെമ്പറേച്ചർ, ദ പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം എൻലാർജ്ഡ് വെയിൻസ്, ഫ്രം പഫിനെസ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ഫ്രം എ സെൻസ് ഓഫ് ഫുൾനെസ് ത്രൂഔട്ട് ദ ബോഡി. അപ്പോൾ ഒരു കോൾഡ് കണ്ടീഷനിൽ നിന്ന് ഒരു വാം കണ്ടീഷനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരാൾ ഒരു സാഹചര്യത്തിൽ പുറത്തെ ചൂടിലേക്ക്, പ്രത്യേകിച്ച് സമ്മർ സീസണിലേക്ക് പോവുകയാണെങ്കിൽ വെയിൻസ് എൻലാർജ് ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നമുണ്ടാകുന്നു. കൈകളിലും കാലുകളിലും ഒരു പഫിനെസ്, ഇങ്ങനെ നിറഞ്ഞ് വിങ്ങിയ പോലെ അവസ്ഥ ഉണ്ടാകുന്നു. സെൻസ് ഓഫ് ഫുൾനെസ് ത്രൂ ദ ബോഡിയിൽ മൊത്തം, കയ്യിലും കാലിലും മാത്രമല്ല ബോഡിയിൽ മൊത്തം ഒരു സെൻസ് ഓഫ് ഫുൾനെസ് ഉണ്ടാകുന്നു. ഒരു വെയിൻസ് എഫക്റ്റ് ആകുന്നതിൻ്റെ അവസ്ഥയാണ്. ഇനി ദ സൾഫർ പേഷ്യൻറ്റ് അമീഷിയേറ്റ്സ് ആൻഡ് ദ പെക്യുലിയർ ഫീച്ചർ ഈസ് ദ അമീസിയേഷൻ ഓഫ് ദ ലിംസ് വിത്ത് ഡിസ്റ്റൻഡഡ് അബ്ഡമൻ. അപ്പോൾ സൾഫർ പേഷ്യൻറ്റ് വല്ലാതെ ശോഷിക്കുന്നൊരു അവസ്ഥയുണ്ട്. അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ലിംസ് അമീഷിയേറ്റ് ചെയ്യുന്നു, അബ്ഡമൻ വീർത്ത് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ കൽക്കേരിയിലും കണ്ടിട്ടുണ്ട്, പക്ഷേ സൾഫർ പേഷ്യൻറ്റിലും അതുണ്ട്. ദ അബ്ഡമൻ ഈസ് ട്യൂമിഡ് വിത്ത് റംബ്ലിംഗ്, ബേണിംഗ് ആൻഡ് സോർനെസ്, ആൻഡ് വിത്ത് ദ ഡിസ്റ്റൻഡഡ് അബ്ഡമൻ ദർ ഈസ് അമീസിയേഷൻ ഓഫ് ഓൾ അതർ പാർട്സ്. അപ്പോൾ ഇവിടെ റംബ്ലിങ്, ബേണിങ്, സോർനെസ് ഒക്കെ ഉണ്ട് സൾഫർ പേഷ്യൻറ്റിലാവുമ്പോൾ. ബാക്കി എല്ലാ അവയവങ്ങളും ശോഷിക്കുന്നു. The muscles of the neck, back, thorax and limbs wither, and the muscles of the abdomen are also wasted. But there is much distension of the abdomen itself. അപ്പോൾ അബ്ഡമനിലെ മസിൽസ് പോലും ശോഷിക്കുന്നുണ്ട്, പക്ഷേ ഡിസ്റ്റൻഷൻ ഉണ്ട്, വീർത്ത് കിട്ടിയ അവസ്ഥ വരുന്നുണ്ട്. ദിസ് കണ്ടീഷൻ ഓഫ് അഫയേഴ്സ് ഈസ് ഫൗണ്ട് ഇൻ മരാസ്മസ്. നമ്മൾ ഗ്രഹണി പിടിച്ച, ഇപ്പോൾ അത്രയും കുട്ടികളല്ല, പണ്ടൊക്കെ ദാരിദ്ര്യത്തിൻ്റെയും പോഷകാഹാരക്കുറവിൻ്റെയും കാലഘട്ടങ്ങളിൽ ഗ്രഹണം പിടിച്ച കുട്ടികളെന്ന് പറയും, വയറൊക്കെ ഉന്തിയ അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ സൾഫറിലുണ്ട്. യു വിൽ ഫൈൻഡ് എ സിമിലർ സ്റ്റേറ്റ് അണ്ടർ കൽക്കേറിയ ആൻഡ് ഇൻ വുമൺ നീഡിങ് കൽക്കേറിയ. യു വിൽ നോട്ടീസ് ഗ്രേറ്റ് എൻലാർജ്മെൻറ്റ്, ഡിസ്റ്റൻഷൻ ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ അബ്ഡമൻ വിത്ത് ഷ്രിവലിംഗ് ഓഫ് ഓൾ അതർ പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ കൽക്കേറിയയിൽ വിശേഷ സ്ത്രീകളിൽ സമാനമായിട്ടുള്ള അവസ്ഥയുണ്ട്, സിമിലർ കണ്ടീഷനുണ്ട്. ഡിസ്റ്റൻഷൻ, ഹാർഡ്നെസ്, ബാക്കി ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ശോഷിച്ച് മെലിഞ്ഞൊരവസ്ഥ. അണ്ടർ സൾഫർ ദർ ആർ ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ടു ദ ഫേസ് ആൻഡ് ഹെഡ്, ലൈക്ക് ദോസ് വിച്ച് വുമൺ ഹാവ് അറ്റ് ദ ക്ലിമാക്റ്റിക് പീരീഡ്. അപ്പോൾ സൾഫറിൽ ഫ്ലാഷസ് ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കൽക്കറിയുമായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞല്ലോ, കൽക്കേറിയയിൽ നിങ്ങൾക്കറിയാം ഒരു കോൾഡ് റെമഡിയാണ്, വളരെ ചില്ലിയാണ് കൽക്കറിയ പേഷ്യൻ്റ്. പക്ഷേ സൾഫർ പേഷ്യൻ്റ് വളരെ ഹോട്ടാണ്. അപ്പോൾ ഈ സ്ത്രീകൾ വിശേഷിച്ചും ക്ലിമാക്ടറിക് പീരീഡ് എന്ന് വെച്ചാൽ മെനോപ്പോസിലെത്തുന്ന അവസ്ഥയിൽ വല്ലാതെ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ചുട്ടുനീറ്റിൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ വരും. പേഷ്യൻ്റ് വിൽ ഡിസ്ക്രൈബ് എ ഫീലിംഗ് ആസ് ഇഫ് ഹോട്ട് സ്ട്രീം വേർ ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഗ്രാജുവലി റൈസിങ് അപ്പ് ആൻഡ് വെൻ ഷീ ബ്രേക്സ് ഔട്ട് ഇൻ എ സ്വിച്ച്. അപ്പോൾ ചിലപ്പോൾ രോഗികൾ എങ്ങനെ പറയാം, ഈ ശരീരത്തിലൊരു ഹോട്ട് സ്ട്രീം, ഒരു ചൂട് നീരുറവ ചില പ്രദേശങ്ങളിലൊക്കെ കേട്ടില്ലേ, വോൾക്കാനിക് റീജിയൻസ്, പ്രത്യേകിച്ചും ജപ്പാനിലൊക്കെ അങ്ങനെ ചൂട് നീരുറവുണ്ട്. ചില പ്രദേശത്ത് ചൂടുവെള്ളം ഇങ്ങനെ പ്രവഹിക്കും, സ്ട്രീം ഓഫ് ഹോട്ട് വാട്ടർ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രീം ഉള്ളിലുള്ള പോലൊരു അനുഭവം. അപ്പോൾ എത്രമാത്രം ഹോട്ട് റെമഡിയാണ് സൾഫർ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സച്ച് ഈസ് സൾഫർ ആസ് വെൽ ആസ് ലാക്കസിസ് ആൻഡ് മെനി അതേഴ്സ്. ഈ ഒരു അവസ്ഥ സൾഫറിലുണ്ട്, അതുപോലെ ലാക്കസിലും മറ്റ് പല മരുന്നുകളിലുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സൾഫർ ആകണമെന്നില്ല, ലാക്കസിലും മറ്റ് പല ഔഷധങ്ങളുമുണ്ട്. വെൻ ദ ഫ്ലാഷസ് ബിഗിൻ ഇൻ ദ ചെസ്റ്റ് അബൌട്ട് ദ ഹാർട്ട് ഇറ്റ് ഈസ് മോർ ലൈക്ക് സൾഫർ.
ബട്ട് വെൻ ഇൻ ദ ബാക്ക് ഓർ ഇൻ ദ സ്റ്റൊമക്ക് ഇറ്റ് ഈസ് മോർ ലൈക്ക് ഫോസ്ഫറസ്. അപ്പോൾ ഈ ഹീറ്റിൻ്റെ തുടക്കം ചെസ്റ്റിൻ്റെ അല്ലെ ഹാർട്ടിൻ്റെ റീജിയനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് സൾഫർ ആകാനുള്ള സാധ്യത. അതേസമയം സ്റ്റൊമക്കിലോ പിന്നിലോ മുതുകിൻ്റെ ഭാഗത്തുമാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് ഫോസ്ഫറസിനോടാണ് ചായ്വ്. എമംഗ് അതർ ജനറൽ അഗ്രിവേഷൻസ് വി ഹാവ് ആൻ അഗ്രിവേഷൻ ഫ്രം സ്റ്റാൻഡിങ് ഇൻ സൾഫർ. വളരെ ശ്രദ്ധേയമാണ്. വെറുതെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വ്യക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഒരു ബസ് കാത്ത് നിൽക്കുന്നു. കുറച്ചധികം നേരം ബസ് കാത്ത് നിൽക്കണമെങ്കിൽ ഒരു നിന്ന നിപ്പിൽ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് നടക്കണമെന്നുള്ള പ്രേരണ, കാലവേദന കൊണ്ടോ മറ്റൊന്നുമല്ല, ഒരുതരം റെസ്റ്റ്ലെസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ പൊസിഷൻസ് ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിന് റിലീഫ് കിട്ടുള്ളൂ. തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇരിക്കാൻ വേണമെങ്കിൽ കുറേ നേരം ഇരിക്കാം. പക്ഷെ ഒരേ സ്ഥലത്ത് അത് ബസ്സൊക്കെ കാത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. അത് സൾഫറിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേച്ചറാണ്. All complaints are made worse by standing for a length of time. Standing is the most difficult position for a sulfur patient, and there is an aggravation of the confusion of mind, dizziness, the stomach and abdominal symptoms, and a sense of enlargement and fullness of the veins, and dragging down the pelvis in women from standing. അപ്പോൾ നിൽക്കുന്നതുകൊണ്ട് സൾഫർ പേഷ്യൻ്റ് എന്തുമാത്രം സഫറിങ് ഉണ്ടാകുന്നു. ഒരു കൺഫ്യൂഷൻ വരുന്നു, ഡിസീനസ് വരുന്നു, സ്റ്റൊമക്കിലും അബ്ഡോമിനുമുള്ള സിംറ്റംസ് വർദ്ധിക്കുന്നു, വെയിൻസിൽ എൻലാർജ്മെൻറ്റും ഫുൾനെസ്സും തോന്നിക്കുന്നു. സ്ത്രീകളിലാണെങ്കിൽ പെൽവിസിൽ ഡ്രാഗിങ് ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ സ്റ്റാൻഡിങ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൾഫർ ഉണ്ടാകുന്നു. ദ പേഷ്യൻറ്റ് മസ്റ്റ് സിറ്റ് ഡൗൺ ഓർ കീപ് മൂവിങ് ഇഫ് ഓൾ ഹെർ ഫീറ്റ്. അപ്പോൾ നിൽക്കുകയാണെങ്കിൽ, കാലിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇരിക്കണം. ഷീ ക്യാൻ വാക്ക് ഫെയർലി വെൽ ബട്ട് ഈസ് വേഴ്സ് വെൻ സ്റ്റാൻഡിങ് ക്വൈറ്റ്. നടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നിൽക്കുകയാണ് പ്രശ്നം. An aggravation after sleep fits into many of the complaints of sulfur, but especially those of the mind and sensorium. അപ്പോൾ ഉറക്കം കൊണ്ടുള്ള അഗ്രവേഷൻ സൾഫറിൻ്റെ പല സിംറ്റംസിലും ഉണ്ട്, പല കംപ്ലയിൻസിലും അതുകൊണ്ടുള്ള അഗ്രവേഷൻ ഉണ്ട്. പക്ഷേ അത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് എങ്ങനെയാണ്? മൈൻഡിലും സെൻസോറിയത്തിലുമാണ്. മോസ്റ്റ് ഓഫ് ദ കംപ്ലയിൻസ് ഓഫ് സൾഫർ ആർ ഓൾസോ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. ഈറ്റിംഗ് കൊണ്ടും നേരത്തെ പറഞ്ഞത് ഭക്ഷണം ഇഷ്ടമല്ല, വളരെ കുറച്ച് തിന്നുന്നാലാണ്, തിന്നാൽ കൂടും. അപ്പോൾ ഉറക്കം കൊണ്ട് വർദ്ധിക്കുന്നു, ആഹാരം കഴിക്കുന്നതിന് വർദ്ധിക്കുന്നു. ദ സൾഫർ പേഷ്യൻ്റ് ഈസ് അഗ്രിവേറ്റഡ് ഫ്രം ബാത്തിങ്. കുളിയോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, കുളി പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെയും ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പാർഷ്യലി സൾഫറാണെന്ന് പറഞ്ഞു, പക്ഷേ സൾഫർ എനിക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ സൾഫർ ഞാൻ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കോൺട്രാ ഇൻഡിക്കേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഇതായിരുന്നു. സൾഫർ എനിക്ക് പൂർണ്ണമായിട്ട് ആപ്റ്റല്ല എന്ന് തെളിയിച്ചൊരു കാര്യം. കാരണം എനിക്ക് കുളിക്കാതിരിക്കാൻ പറ്റില്ല. 2 നേരം അല്ല 3 നേരം കുളിച്ചാൽ അത്രയും നല്ലത്. കുളിക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ അതേസമയം തുടക്കത്തിൽ സൾഫർ പറഞ്ഞ ഒരവസ്ഥയില്ലേ, ശ്രദ്ധിക്കാനൊരു ഭാര്യയില്ലെങ്കിൽ അവസാന ത്രെഡ് വരെയുള്ള ഷർട്ടുകൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വസ്ത്രം പഴകിയതായാലും മുഷിഞ്ഞതായാലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ മുഷിഞ്ഞ തലേന്ന് 2 ദിവസം ഇട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് പല പ്രമുഖരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ദില്ലിയിൽ പിന്നീട് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രീ ബജറ്റ് മീറ്റിംഗ് ജേർണലിസ്റ്റോടെ, ഫിനാൻഷ്യൽ ജേർണലിസ്റ്റോടെ നടന്നു. അന്ന് കേരളത്തിൽ നിന്ന് പോകാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് എനിക്ക് പോയിട്ട് വന്നത്. എൻ്റെ എഡിറ്റർക്ക് പോകാൻ പറ്റാതെ പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു. 2 ദിവസമായിട്ടിട്ട് ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പോയത്. അത് വേണമെങ്കിൽ മാറാമായിരുന്നു. തിരക്കിട്ടാണ് പോയെങ്കിൽ പോലും ഡൽഹിയിൽ പോയി മാറാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ മാറണമെന്ന് തോന്നിയില്ല. മീറ്റിങ്ങിൽ ഭംഗിയായിട്ട് പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹമായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കിട്ടി. ഇതൊക്കെ ആ ഒരു 2 ദിവസം കൊച്ചിയിൽ ഇട്ടുകൊണ്ടാണെന്ന അതേ ഷർട്ടിട്ടുകൊണ്ട് നടന്നത്. പക്ഷെ അതേ സമയം ഈ കുളി എന്ന് പറയുന്ന കാര്യത്തിൽ സൾഫർ ഞാനോടൊരു യോജിപ്പില്ല. അതൊരു പ്രധാനപ്പെട്ട കോൺട്രാ ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് സൾഫർ ഒരിക്കലും എന്നെ പൂർണ്ണമായിട്ട്
ഹീൽ ചെയ്യില്ല. ഒരു പാർഷ്യൽ ഹീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഗൈനക്കോമാസ്റ്റിയയുടെ പ്രശ്നം, മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയ പ്രശ്നമൊക്കെ സുഖപ്പെടുത്തി. പക്ഷേ പൂർണ്ണമായിട്ടും അത് സുഖപ്പെടുത്താൻ സൾഫർ സാധിക്കില്ല. ഹി ഡ്രഡ്സ് എ ബാത്ത്. സൾഫർ പേഷ്യൻ്റ് ഒരു കുളിയെ പേടിക്കും. ഹി ഡസ് നോട്ട് bathe himself, and from his state in general he belongs to the great unwashed. അപ്പോൾ അയാൾ തനിയെ ഒരിക്കലും കുളിക്കില്ല, ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് കുളിപ്പിക്കണം. അപ്പോൾ അയാളുടെ ജനറൽ സ്റ്റേറ്റിനെ മഹത്തായ അൺവാഷ്ഡ്, ഗ്രേറ്റ് അൺവാഷ്ഡ്, കെൻഡിങ്ങിന് ചില പ്രയോഗം നടത്തും. റാഗ്ഡ് ഫിലോസഫർ, ഗ്രേറ്റ് അൺബാത്ത്, ചില ആ ഒരു അവസ്ഥയെ, ആ അവസ്ഥയുടെ എക്സാജറേറ്റഡ് അവസ്ഥയെ വളരെ ഭംഗിയായിട്ട് ചൂണ്ടിക്കുകയാണെങ്കിൽ ചില ലിറ്റററി പ്രയോഗങ്ങൾ കണ്ടു നടക്കും. ഈ പുസ്തകത്തിൻ്റെ ഒരു ലിറ്റററി വാല്യൂ അതാണ്. ഗ്രേറ്റ് അൺവാഷാണ്, നിർബന്ധിച്ച് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. വളരെ കാലം മുമ്പ് ഒരു മാനസിക രോഗി, ഞാൻ കോഴിക്കോട് താമസിക്കുന്ന കാലത്ത് അവിടെ ഒരു മാനസിക രോഗി ഉണ്ടായിരുന്നു. വളരെ കാലമായിട്ട്, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കാലം മുതൽ മാനസിക രോഗി, അയാൾ ചങ്ങല കെട്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ ഇന്നിപ്പോൾ അത് നടക്കില്ല. ഇയാൾ കുളിക്കില്ല. ഇയാളെ കുളിപ്പിക്കുന്നത് അതിനടുത്തൊരു നായാട്ടുകാരൻ താമസിക്കുന്നുണ്ട്. കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലകളിൽ നായാട്ടിന് പോകുന്ന ഒരാൾ. നായാട്ടൊക്കെ ഇത്രയ്ക്ക് കുറ്റകരമല്ലാത്തൊരു കാലമാണ്. അതിൻ്റെ വീട്ടിൽ തോക്കുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ രോഗിയുടെ ബന്ധുക്കൾ ഈ നായാട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തോക്ക് ചൂണ്ടി പേടിപ്പിച്ചിട്ടാണ് ഇയാളെ ചങ്ങലയിൽ നിന്ന് അടിച്ച് കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നത്. തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സീൻ. അപ്പോൾ ആ ഒരവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തിനെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ നിസ്സഹായമായിരുന്നു. നമുക്ക് അവിടെയുള്ളൊരു നല്ലൊരു ഡോക്ടർ പിന്തുണച്ചാൽ മാത്രമേ നടക്കുള്ളൂ. കോഴിക്കോട് പിൽക്കാലത്ത് ഡോക്ടർ സുമേഷ് അവിടെ വന്ന് പരിചയമുണ്ടായിരുന്നു. പക്ഷെ അന്ന് 92 മറ്റൊക്കെയാണ്. അന്ന് കോഴിക്കോട് അങ്ങനെ ഒരു ഡോക്ടർ എനിക്ക് പരിചയത്തിലില്ലായിരുന്നു. ഉണ്ടാകുമായിരിക്കും, പക്ഷെ എൻ്റെ ബന്ധങ്ങളിലില്ല. ആ ഒരവസ്ഥയിൽ ആ രോഗിയെ എറണാകുളത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ല. ഒരുപക്ഷെ അയാൾ സൾഫർ അയാളെ സഹായിച്ചെന്നിരിക്കും. വളരെ അൺടൈഡി ആയിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് അഴുക്ക് പിടിച്ചൊരവസ്ഥ. സൾഫർ അയാളെ സഹായിച്ചില്ല. പക്ഷേ നിർഭാഗ്യവശാൽ സാധിച്ചില്ല. അദ്ദേഹം പിന്നെ കുറേ വർഷം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. സൾഫർ പേഷ്യൻ്റ് കനോട്ട് ടേക്ക് എ ബാത്ത് വിത്തൗട്ട് ക്യാച്ചിങ് കോൾഡ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇയാൾ കുളിയെ ഭയപ്പെടുന്നു, നിർബന്ധിച്ചാൽ മാത്രമേ കുളിക്കുകയുള്ളൂ. അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തണുപ്പടിക്കും, കോൾഡ് വരും, ജലദോഷം വരും. അങ്ങനത്തെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു സീവിയറിറ്റി കൊണ്ടായിരിക്കാം അയാൾക്ക് ഒരു അവേർഷൻ ടു ബാത്ത് അല്ലെങ്കിൽ ഡ്രഡ്സ് ബാത്തിങ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായത്. സൾഫറിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, സൾഫറിൻ്റെ ഓരോ സിംറ്റവും വളരെ വിശദമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ഇത്തരം കേസുകളെയൊക്കെ വളരെ ഭംഗിയായിട്ട് ചികിത്സിക്കാൻ, ഒരുപക്ഷെ ഒരു ചികിത്സയ്ക്ക് നല്ലൊരു തുടക്കം കുറിക്കാൻ, രോഗശാന്തിയുടെ പല തടസ്സങ്ങളും നീക്കാൻ, പാരമ്പര്യമായിട്ടുള്ള തടസ്സങ്ങൾ, ആ ഒരു സോറ ഉണ്ടാക്കുന്ന വലിയൊരു ഹിൻഡ്രൻസ്, അതിനെ റിമൂവ് ചെയ്യാനൊക്കെ സൾഫർ നിങ്ങളെ സഹായിച്ചിരിക്കും. സൾഫർ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ട ഒരു ഔഷധമാണ്. നിങ്ങൾ പഠിക്കുന്ന പുസ്തകം കൂടാതെ കെൻറ്റിൻ്റെ ലെക്ചറേഴ്സ്, അതുപോലെ ഡിക്ഷണറി, ക്ലർക്കിൻ്റെ ഡിക്ഷണറി ഓഫ് വെജിറ്റേറിയൻ പഠിക്കുക. അതുപോലുള്ള നല്ല പുസ്തകങ്ങളിലൊക്കെ സൾഫറിനെ കുറിച്ച് കിട്ടാത്തോളം വായിച്ച് നന്നായിട്ട് പഠിക്കണം. അത് നിങ്ങളുടെ ചികിത്സയെ നിങ്ങൾക്ക് വലിയൊരു അമൂല്യ നിധിയായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സൾഫറിൻ്റെ തുടർന്നുള്ള സുപ്രധാനമായ ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.